ഹായ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ മുമ്പ് നമ്മളൊരു കസ്റ്റമർക്ക് ചെയ്തു കൊടുത്തിട്ടുള്ള ഗേറ്റാണ്. അത് 4 പീസ് മടക്കുന്ന ടൈപ്പിൽ ചെയ്തിട്ടുള്ള ഒരു ഗേറ്റാണ്. അത് 12 അടി 4 അടി ഹൈറ്റിലായിരുന്നു ഗേറ്റ് ഉണ്ടായിരുന്നത്. നടുക്ക് ലോറി ഇഞ്ചസ് വെച്ചിട്ട് നമ്മൾ 6 അടി വരുന്നതിന് 3 അടി 3 അടി വെച്ചിട്ടാണ് 4 പീസ് ആക്കിയിട്ടുള്ളത്. ഇപ്പം വീടിൻ്റെ കുറച്ച് വർക്കുകളൊക്കെ നടക്കുന്ന സമയത്ത് അവർ ഗേറ്റ് ഇതിൻ്റെ മോഡൽ മാറ്റിയിട്ട് മറ്റൊരു രീതിയിലേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, കുറച്ച് ഹൈറ്റ് കൂട്ടി ഒരു 5 അടി ഹൈറ്റൊക്കെ കൊടുത്തിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ ഗേറ്റ് ആക്കിയിട്ടൊരു 2 വർഷമോ 3 വർഷമൊക്കെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഗേറ്റ് തന്നെ കട്ട് ചെയ്ത് ഫ്രെയിമൊക്കെ മാറ്റി മറ്റൊരു രൂപത്തിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ ഫ്രെയിം ഇനി നമ്മൾ 3.5 പൈപ്പാണ് ഫ്രെയിം വരുന്നത്. അപ്പോൾ അതിൻ്റെ ഫ്രെയിം നമ്മളൊരു ഭാഗത്ത് നിന്ന് സെറ്റാക്കുന്നുണ്ട്. അതേ സമയത്ത് തന്നെ ഗേറ്റുകളൊക്കെ ഇങ്ങനെയുള്ള വർക്കുകളൊക്കെ ചെയ്തത് നമുക്ക് കട്ട് ചെയ്തെടുക്കലെന്ന് പറഞ്ഞാൽ നല്ല പണിയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസത്തിലധികം പണി ഇത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. എങ്കിലും കസ്റ്റമർ മുമ്പ് ചെയ്തിട്ടുള്ള വർക്കായതുകൊണ്ട് തന്നെയാണ് നമ്മളത് വലിയ രീതിയിൽ വേസ്റ്റ് ആക്കണ്ട എന്ന് വെച്ചിട്ടാണ് അത് കട്ട് ചെയ്തെടുക്കുന്നത്. അവർക്ക് മോഡലിൽ ചെറിയൊരു ചേഞ്ചും കൂടെ വരുത്താൻ വേണ്ടിയാണ്, ഹൈറ്റിലും മാറ്റം വരുത്താൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഫ്രെയിം അടിച്ചു. അതുപോലെ ഇതിൻ്റെ ഫുള്ളായിട്ട് വരുന്ന ഭാഗമൊക്കെ വെൽഡ് ചെയ്ത് ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ട്. 2 ഫ്രെയിം നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടെ കൂട്ടി വെച്ച് വെൽഡ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വരുന്ന ഡിസൈൻ നമ്മൾ ആക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് മോഡൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു മെറ്റീരിയൽ ഉപയോഗിക്കാൻ വേണം, കസ്റ്റമറുടെ അവിടെ ഉണ്ടായിരുന്ന മെറ്റീരിയൽ ഉപയോഗിക്കാൻ വേണം, എന്നാൽ പഴയ മോഡലിൽ നിന്ന് ചെറിയൊരു മാറ്റം വരണം. ആ ഒരു രീതിയിലാണ് നമ്മൾ ഗേറ്റ് ചെയ്യുന്നത്. അപ്പോൾ 1.25 അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന പൈപ്പ്. അതുപോലെ അതിൻ്റെ ഫ്രെയിം വരുന്നത് 2.5 1.5 വരുന്നത്. ഒന്നര പൈപ്പൊക്കെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മാക്സിമം കിട്ടുന്ന വീതി എടുത്തിട്ട് അതിനനുസരിച്ച് മോഡലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ഉദ്ദേശിക്കുന്ന ഒരു 3 പാർട്ടാക്കിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ 3 പാർട്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ പൈപ്പ് 2.5 1.5 വരുന്നതൊക്കെ നമ്മൾ ജോയിൻ്റ് അടിച്ചിട്ടാണ്, ഫുൾ ഹൈറ്റിൽ കിട്ടുന്നില്ലായിരുന്നു. അപ്പോൾ ജോയിൻ്റ് അടിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഈ വരുന്ന 2 ജോയിൻ്റ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ 3 പാർട്ടാക്കിയതിൽ നമ്മൾ ഒരു പാർട്ടിലേക്ക് നമ്മൾ വീതിക്ക് പൈപ്പ് 1.25 പരമാവധി അടുപ്പിച്ച് തന്നെയാണ്. ഒരു പൈപ്പിൻ്റെ ഗ്യാപ്പിലും കുറവായിട്ടാണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ 2 ഭാഗത്തും ഫ്രെയിം സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ അടുത്തുള്ളത് വീണ്ടും 1.25 തന്നെയാണ് കുറച്ച് പീസും കൂടെ ഉള്ളത്. അപ്പോൾ അതിനെ ഒന്നുകൂടെ ജോയിൻ്റ് അടിച്ച് നേരെ കുത്തനെ കൂടെ വെച്ച് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. മറ്റൊന്നുമല്ല, മെറ്റീരിയൽ പരമാവധി വേസ്റ്റ് ആക്കാതെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് പരിമിതിയുണ്ട്. ആ ഒരു മെറ്റീരിയൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള മോഡൽ മാത്രമേ ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കിപ്പോൾ തോന്നിയൊരു മോഡൽ കസ്റ്റമറെ കൂടെ കാണിച്ചു കൊടുത്തപ്പോൾ ഓക്കെ ആണ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു 4 പൈപ്പ് കുത്തനെ ഇട്ട് 2 സൈഡിലും കൂടെ ഇട്ടിട്ട് ആ ഒരു മോഡലാക്കിയിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗത്തേക്ക് CNC കട്ടിംഗ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിന് അരയിഞ്ച് പൈപ്പ് ഇതിൻ്റെ ഫ്രണ്ടിൽ ഫ്രെയിമായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. CNC കട്ടിങ് നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്, ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കട്ടിങ് കിട്ടുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇതിൻ്റെ ഫ്രെയിമും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കുന്നുണ്ട്. അതിന് ശേഷമാണ് കട്ടിങ്ങും കൂടെ ഉള്ളിലേക്ക് വെക്കുന്നത്. ഇഞ്ചസ് കാര്യങ്ങളൊക്കെ വെക്കാനുണ്ട്. ബാക്കിയുള്ള പണികളൊക്കെ ബാലൻസാണ്. ഇത് പെട്ടെന്ന് തന്നെ അത്യാവശ്യം പറഞ്ഞുകൊണ്ട് പെട്ടെന്നാക്കിയ ഒരു ഗേറ്റായിരുന്നു. ഇതിൻ്റെ ഇഞ്ചസും കാര്യങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. അതുപോലെ മുമ്പുണ്ടായിരുന്നത് ഒരു കോൺക്രീറ്റിൻ്റെ പില്ലറിലാണ് ഗേറ്റ് ഉണ്ടായിരുന്നത്. അത് നമ്മൾ പില്ലർ അടിച്ചതിന് ശേഷം പറഞ്ഞിട്ടാണ് അതിന് കണക്കായി പ്ലേറ്റ് അടിച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. മുമ്പ് വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയിൽ തന്നെ നമ്മൾ മുമ്പ് ഈ ഗേറ്റിൻ്റെ ഫോട്ടോ, ഇതിൻ്റെ ഫിറ്റിങ് കാര്യങ്ങളൊക്കെ മുമ്പുണ്ടായിരുന്ന ഗേറ്റിൻ്റെ ഇതിൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു.
അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഭാഗം ഇഞ്ചസിൻ്റെ ഭാഗം ഒരു സൈഡിൽ മാത്രമേ കട്ടിങ് വലിയ വിഷയമായിട്ട് വന്നിട്ടുള്ളൂ. മറ്റേ പ്ലേറ്റ് ആയതുകൊണ്ട് തന്നെ ആംഗ്ലറും കാര്യങ്ങളൊന്നും അതിനില്ലായിരുന്നു. ഇനി നമുക്ക് കട്ടിങ്ങും കൂടെ വെച്ച് കഴിഞ്ഞാൽ ആ ഭാഗം റെഡിയാക്കാൻ പറ്റുന്നതാണ്. ഇനി കട്ടിങ് നമുക്ക് ഓർഡർ ചെയ്ത് വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഓർഡർ ചെയ്ത കട്ടിങ് അല്ല ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഇത് നമ്മൾ ഓർഡർ ചെയ്ത് തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല. ഇപ്പോൾ കസ്റ്റമർക്ക് അർജൻറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കാര്യം കസ്റ്റമറോട് പറഞ്ഞു. കസ്റ്റമർ ഓക്കെയാണ്, അത് ഈ ഒരു മോഡൽ വെച്ച് ചെയ്തോളാൻ പറഞ്ഞു. ശരിക്കും നമ്മൾ ഓർഡർ കൊടുത്ത ഇതൊന്നും അല്ലായിരുന്നു. അപ്പോൾ മാറ്റമുണ്ട്. കുഴപ്പമൊന്നുമില്ല, കാണുമ്പോൾ നല്ല ഭംഗിയുള്ള മോഡൽ തന്നെയാണ്, വലിയ പ്രശ്നമൊന്നുമില്ല. ഇപ്പം നമുക്ക് ഓരോരുത്തരും കസ്റ്റമർ കൊടുക്കുന്ന അത് വെച്ചിട്ട് തന്നെ ഓർഡർ കൊടുക്കുമ്പോൾ മാറ്റുമ്പോൾ അതൊരു പ്രശ്നമാണ്. അതുകൊണ്ട് പരമാവധി നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. ടൈമിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായതുകൊണ്ട് നമുക്കത് ചേഞ്ച് ആക്കാനൊന്നും പറ്റിയില്ല. കസ്റ്റമർ ഓക്കെ ആയിരുന്നു, അതുകൊണ്ട് ചേഞ്ച് ആക്കാതെയാണ് ചെയ്തത്. ഇത് എമർജൻസി ആയത് പറഞ്ഞുകൊണ്ട് തന്നെ രാത്രിയൊക്കെ കുറച്ച് സമയം നിന്ന് വർക്ക് ചെയ്തിട്ടാണ് ഇതിൻ്റെ പണി തീർന്നത്. കാരണം ഒരാൾ ഒരു ദിവസത്തിലധികം കട്ടിങ് മാത്രം വന്നു, ബാക്കിയുള്ള പണികളൊക്കെ അതുകൊണ്ട് സ്പീഡിൽ കുറച്ച് നിന്നിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് കോൺക്രീറ്റ് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കോൺക്രീറ്റ് ചെയ്യുന്നവർക്ക് വളരെ പെട്ടെന്ന് തന്നെ ഗേറ്റ് വേണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മളത് ചെയ്തത്. ഇതിൻ്റെ ജോയിൻ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ഫുള്ള് പെയിൻറ്റിങ് കാര്യങ്ങളൊന്നും വരുമ്പോൾ മനസ്സിലാവില്ല. ഇപ്പം നിലവിലത് ജോയിൻ്റ് മനസ്സിലാവുന്നുണ്ട്. അതൊന്ന് നമ്മൾ ഫൈനലാകുമ്പോൾ ഒന്ന് വീലിട്ട് പിടിച്ച് കഴിഞ്ഞാൽ ഒട്ടും മനസ്സിലാവില്ല. പിന്നെ മെറ്റീരിയൽ വെറുതെ വേസ്റ്റ് ആക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. നമുക്ക് ശരിക്ക് പുതിയൊരു ഗേറ്റ് ആക്കുന്നതാണ് നമുക്ക് ഏറ്റവും സുഖം. വളരെ പെട്ടെന്ന് വർക്ക് തീരും. നമുക്കിത് കട്ടിങ് എപ്പോഴും എക്സ്ട്രാ വർക്ക് വരുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് വെക്കാനുള്ളത് ഫ്രണ്ടിൽ വരുന്ന കുറ്റി 4 ഇഞ്ചസ് വെക്കാനുണ്ട്, ഓടാമ്പൽ വെക്കാനുണ്ട്, ടവർ ബോൾട്ട് വെക്കാനുണ്ട്. അതൊക്കെ സെറ്റാക്കാനുണ്ട്. അതും ചെയ്തിട്ട് വേണം ഫുള്ളായിട്ട് പെയിൻ്റ് അടിക്കാൻ. അതുപോലെ തന്നെ ഇവിടെ പഴയ പെയിൻറ്റ് കുറച്ച് ഭാഗത്തുണ്ട്, അതൊക്കെ ഒന്ന് ചുരണ്ടി വൃത്തിയാക്കിയിട്ട് വേണം പെയിൻ്റ് അടിക്കാൻ. നമ്മൾ ഇഞ്ചസ് വെക്കുകയാണ് ചെയ്യുന്നത്. ഇഞ്ചസൊക്കെ ഫുള്ള് കട്ട് ചെയ്തെടുത്ത് അതിന് അടിയിൽ നമ്മൾ പട്ട വെച്ചിട്ട് ചെയ്തായിരുന്നു. ആ പട്ടയൊക്കെ കട്ട് ചെയ്തെടുത്തതിന് ശേഷമാണിത് ചെയ്യുന്നത്. മുമ്പത്തെ ഗേറ്റിനെ അപേക്ഷിച്ച് നല്ല വെയിറ്റ് ഗേറ്റിനായിട്ടുണ്ട്. കാരണം ഫ്രെയിം വലുതായി, ബാക്കിയുള്ള പൈപ്പുകളൊക്കെ അടുപ്പിച്ച് വന്നു, എല്ലാം കൂടെ ആകുമ്പോൾ നല്ലൊരു വെയിറ്റ് വരുന്നുണ്ട്. ഗേറ്റിൻ്റെ മോഡലും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്ത് ആദ്യം നമ്മൾ ഏകദേശം വരച്ച് കാണിച്ചതേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഇതിൽ ഉള്ള മെറ്റീരിയൽ വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കസ്റ്റമർക്ക് ഈ മോഡൽ കാണിച്ചു കൊടുത്തപ്പോൾ കസ്റ്റമർ ഹാപ്പിയാണ്. ഒന്ന് കോൺക്രീറ്റിൻ്റെ ടോപ്പിൽ വരുന്ന, ഒന്ന് അടിഭാഗത്തേക്ക് വരുന്നതാണ്. അടിഭാഗത്തേക്ക് വരുന്ന കുറ്റി ഏറ്റവും എൻഡിലാണ് വെച്ച് കൊടുക്കുന്നത്. ഇതിൻ്റെ പുറത്ത് അതുപോലെ ബലം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പട്ടയും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കാലക്രമേണ ഗേറ്റ് പൊട്ടിപ്പോകാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ ഓടാമ്പൽ വെക്കാൻ വേണ്ടിയിട്ടാണ്. ഓടാമ്പൽ വെക്കാൻ വേണ്ടി CNC കട്ടിങ് വരുന്നിടത്ത് തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ ഒരു പട്ട ഇട്ട് കൊടുത്തിട്ടാണ്, 4 പട്ട ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്കാണ് വെച്ചത്. അത് ചെറിയ രീതിയിൽ അത് കട്ടിങ്ങിൻ്റെ അതിനൊരു തടസ്സം വരും. അപ്പോൾ അത് പട്ട ഉള്ളിലോട്ടായതുകൊണ്ട് അത്ര വലിയൊരു പ്രശ്നം തോന്നുന്നില്ല. അതുപോലെ തന്നെ മുകളിൽ സ്റ്റാർ ലോക്ക് വെച്ചിട്ടുണ്ട്, ഫ്രണ്ടിൽ കുറ്റി കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്.
ഇനി നമ്മളിത് മൊത്തം ഫിനിഷായിട്ടുണ്ട്. ഇനി നമുക്കിത് പെയിൻ്റ് അടിക്കാൻ നോക്കുമ്പോൾ ഈ പഴയ പെയിൻ്റുള്ള ഭാഗത്ത് നമ്മൾ പെയിൻ്റ് അടിച്ച് കഴിഞ്ഞാൽ ഒരു വൃത്തിയാവാൻ സാധ്യതയില്ല. അപ്പോൾ പഴയ പൈപ്പിൻ്റെ പെയിൻ്റൊക്കെ ഒരു സാൻഡ് പേപ്പർ വെച്ചിട്ട് വരച്ച് ക്ലിയറാക്കി വിടുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അതൊരു വൃത്തിയാവാൻ സാധ്യതയില്ല. അപ്പോൾ അതും നമുക്കൊരു എക്സ്ട്രാ പണിയായി. ആ സമയത്ത് തന്നെ 1 അടി നീളത്തിൽ ആംഗുലർ ഒരു ബോക്സ് അടിച്ചിട്ട് അതിൻ്റെ ഇഞ്ചസിൻ്റെ ബാക്കി വരുന്ന ഭാഗം പില്ലറിലേക്ക് പോകുന്ന ഭാഗം വെൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ടവർ ബോൾട്ട് ഇടാൻ വേണ്ടിയിട്ട് ഒരു കുറ്റിയാക്കി വെച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ ഗ്രൈൻഡിങ് ബാക്കിയുണ്ടായിരുന്നു, അത് കൂട്ടത്തിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ പെയിൻറ്റിങ് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു പീസ് പെയിൻറ്റിങ് തുടങ്ങിയിട്ടുണ്ട്. കാണാൻ നല്ല ഒരു ഭംഗി തോന്നുന്നുണ്ട്. നമ്മൾ ഫിനിഷിങ് വരുമ്പോഴത്തേനും പഴയ പൈപ്പുകളൊക്കെ കട്ട് ചെയ്തെടുത്തിട്ട് ചെയ്തിടാമെന്നൊന്നും മനസ്സിലാവുന്നില്ല ഒട്ടും. പെട്ടെന്ന് തിരക്കുള്ള വർക്കുകൾ വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒരു ഉത്സാഹമാണ്. ഇത്ര തിരക്കുള്ള വർക്കുകൾ വന്നാലും നമ്മൾ പരമാവധി ആ പറഞ്ഞ സമയത്ത് തന്നെ കൃത്യമായിട്ട് തീർത്ത് കൊടുക്കലുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ വ്യൂ വരുന്നത്. ഒരു പീസ് പെയിൻ്റ് അടിച്ചിട്ടുണ്ട്, മറ്റേ പീസും കൂടെ പെയിൻ്റ് അടിക്കാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുള്ളതാണ്. നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിട്ടാണ് അതിൻ്റെ പെയിൻറ്റിങ് ബാക്കി തീർത്തത്. ഇപ്പോൾ 2 ഗേറ്റും പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ഷോപ്പാണ്. ഇത് ഇപ്പുറത്തെ നമ്മുടെ ഇൻറ്റീരിയർ വർക്ക് ചെയ്യുന്നതുമാണ്. രണ്ടും നമ്മുടെ ഷോപ്പ് തന്നെയാണ്. അപ്പം നമ്മുടെ ഗേറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നേരെ കസ്റ്റമർക്ക് കൊണ്ട് കൊടുക്കണം. നേരെ സൈറ്റിലേക്ക് ഇനി കയറ്റി കൊണ്ടുപോകാനുണ്ട്. ഏകദേശം പറഞ്ഞ അതേ ടൈം നമ്മൾ 2-3 ദിവസമാണ് അതിൻ്റെ ഗ്യാപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഏകദേശം ആ ഒരു ടൈം കൊണ്ട് തന്നെ നമ്മളത് വർക്ക് ചെയ്ത് ഫിനിഷാക്കി കൊടുത്തിട്ടുണ്ട്. നമുക്ക് എക്സ്ട്രാ ഇതിൽ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ അധികം വന്നുകൊണ്ടാണ്. ഇല്ലെങ്കിൽ അതിന് മുമ്പേ തന്നെ നമുക്ക് വർക്ക് ഫിനിഷാക്കി കൊടുക്കാൻ പറ്റും. ഈ സൈറ്റിൽ വെച്ചതിന് ശേഷം നമുക്ക് ഫോട്ടോ എടുക്കാം.